ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിലരുടെ കൺഫ്യൂഷൻ തീർക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇസ്രായേലിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് ജപ്പോണിക്ക എന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ജപ്പോണിക്കയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ സാധാരണ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കമൻ്റൊന്നും എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല, നോക്കാറുമില്ല കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ഒഴിവായിരിക്കുമ്പോൾ ചില വീഡിയോസ് എടുത്ത് ഇങ്ങനെ നോക്കി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിഷുവൊക്കെ ആയിട്ടൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോൾ 1-2 പേർക്ക് അതിനകത്ത് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് ജപ്പോണിക്കയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ജപ്പോണിക്ക ഒരു പരിധി വരെ നമ്മുടെ നേത്രരോഗങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന നല്ലൊരു ഫ്രൂട്ടാണെന്ന്. ഈ ജപ്പോണിക്ക മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉൾവശം ഓറഞ്ച് പോലെയാണെന്നും അതിനകത്ത് വലിയ വിത്തുകളുണ്ടെന്നും ആ വിത്തുകൾ പാകിയിട്ടാണ് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ വളരുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇസ്രായേൽ അത്യാവശ്യം തണുപ്പുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഇടുക്കി, വയനാട് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു പക്ഷേ വളർന്നു വരും കേട്ടോ. അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ 2-3 പേര് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വെറുതെ തള്ളാണ് പറയുന്നത്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, പിന്നെ ഈ ഫ്രൂട്ട് ഒരു രുചിയില്ല കഴിക്കാൻ എന്നൊക്കെ. അപ്പോൾ അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് കേട്ടോ അത്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കേട്ടുകേൾവിയുടെ പേരിലൊന്നും ഒരു വീഡിയോസും നമ്മുടെ ചാനലിനകത്ത് ചെയ്ത് പോവാറില്ല. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ജപ്പോണിക്ക പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ മേൽവശം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് അതിലിങ്ങനെ വളരെ കനം കുറഞ്ഞ സ്കിന്നുണ്ട്. അപ്പോൾ ആ സ്കിന്നൊക്കെ നമ്മൾ കൈ കൊണ്ടൊന്നും അടർത്തി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് അടർത്തി മാറ്റുമ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ സ്റ്റെപ്പ് കേട്ടോ. അത് അടർത്തി മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും വലിയ വിത്തുകളും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഈ സ്കിന്ന് കളഞ്ഞെടുക്കുന്ന ഉള്ളിലെ ഭാഗമാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഇതൊന്ന് ചിലരുടെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഏതൊരു ആളുടെ അടുത്തും സംസാരിക്കാതിരിക്കുക. അപ്പോൾ ജപ്പോണിക്കയെ കുറിച്ച് പറയുമ്പോൾ അതത്രയും അറിവുള്ള ആളുകളുടെ ഒരു ഇതാണ് കേട്ടോ, റിപ്ലൈ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിച്ചു തരുന്നത്. അപ്പോൾ ജപ്പോണിക്ക കണ്ടവരുണ്ടായിരിക്കാം, കഴിച്ചവരുണ്ടായിരിക്കാം, അതല്ലാതെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജപ്പോണിക്കയുടെ കഴിഞ്ഞൊരു വീഡിയോ ഒരു 1500 വ്യൂസിൻ്റെ മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഡൗട്ടുകൾ ഉള്ളിൽ വെച്ചിട്ട് വീഡിയോയുടെ ചുവടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ഈ ഒരു ഫ്രൂട്ട് ഇസ്രായേലിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടി ഒന്ന് ചോദിക്കൂ, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേര് തന്നെയാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇന്ന് ജപ്പോണിക്ക പറിക്കുന്നതും മുറിക്കുന്നതും അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം കാണിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തത്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.